ആത്മീയ ഉന്നതിയുടെ 7 പടികൾ. ക്രിസ്തുവിനോട് അനുരൂപരാകുക എന്ന ലക്ഷ്യമാണ് കർത്താവ് തൻ്റെ മക്കളുടെ മുൻപാകെ വെച്ചിരിക്കുന്നത്. അത് ക്രിസ്തു നമ്മിലും നമ്മിലൂടെയും ജീവിക്കുന്നതാണ്. ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരവും സുന്ദരവുമായ അനുഭവമാണ്. എന്നിരുന്നാലും ഈ അനുഭവത്തിനു വേണ്ടി വാഞ്ചിക്കുകയോ അതിനോട് ഉദാസീനവും വ്യത്യസ്തവുമായ സമീപനം പുലർത്തുകയോ ചെയ്യാവുന്നതാണ്. 2 പത്രോസ് 1 അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആത്മീയ ഉന്നതിയുടെ 7 പടികളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും, ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദര പ്രീതിയും, സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ആത്മീയ വളർച്ച ഒരു യാഥാർത്ഥ്യമായി തീരുന്നതിന് മുൻപേ അതിനുവേണ്ട ആത്മീകമായ ഒരാഗ്രഹം ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. വളരണമെന്ന തീരുമാനം ഒരിക്കൽ നാം എടുത്തിരിക്കണം. അതിൽ നാം പറ്റി നിൽക്കണം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. ഒന്നാമത്തേത് വീര്യം. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് തർജ്ജിമയിൽ പറഞ്ഞിരിക്കുന്നത് ധാർമ്മികത എന്ന വാക്ക് ഗ്രീക്ക് മൂലപദത്തിൽ ഇല്ല. ആത്മനിറവിനെക്കുറിച്ചും ആത്മശക്തിയുടെ പ്രദർശനത്തെക്കുറിച്ചും പറയുന്ന അരോറ്റി എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ ഭക്തി എന്ന് വിവർത്തനം ചെയ്യാം. 2 പത്രോസ് 1:3 ദിവ്യശക്തിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ആരംഭിച്ചപ്പോഴുള്ള വിശ്വാസത്തോട് ദൈവശക്തി കൂടെ ചേരുമ്പോൾ പരിശുദ്ധാത്മാ നിറവിൽ എങ്ങനെ നിലനിൽക്കണമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. 2 പരിജ്ഞാനം. എങ്ങനെ ആത്മാവിൽ നിറയപ്പെടാമെന്ന് നാം ഒരിക്കൽ മനസ്സിലാക്കി. ഇനി നാം പഠിക്കണം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും നാം വളരണം. അത് ഉത്സാഹം തരുന്നു, ആത്മീയ ദാഹം തരുന്നു. അറിയേണ്ട പലതും നമുക്കറിയില്ലെന്ന് സമ്മതിക്കുവാനുള്ള താഴ്മയും ദൈവവചനം ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാ നിറവ് ആവശ്യവുമാണ്. 3 ഇന്ദ്രിയ ജയം അഥവാ സ്വയ നിയന്ത്രണം. എൻക്രോറ്റോസ് എന്ന വാക്കിന് ആന്തരിക നിയന്ത്രണം എന്നർത്ഥം. പരിശുദ്ധാത്മാ നിറവിനൊപ്പം ദൈവവചനം തുടർച്ചയായി ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവിൽ ആന്തരിക അധികാരം നാം അനുഭവിക്കുകയാണ്. ചിലർ നമ്മെ ശ്രദ്ധിക്കുന്നത് കൊണ്ടല്ല, നാം ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്നത് കൊണ്ട് നമ്മെ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. ദൈവവചനത്തിൻ്റെ ആധികാരികത നമ്മുടെ ആത്മാവിൽ നാം അറിയുന്നു. അതിനാൽ ജീവിതത്തിൽ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ലഭിക്കും. 4 സ്ഥിരത. ഹുപ്പോമനെ എന്ന ഗ്രീക്ക് വാക്കാണ് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ഹൂപ്പോ എന്നാൽ അടിയിൽ അഥവാ കീഴെ എന്നും മെനോ എന്നാൽ വസിക്കുക എന്നും അർത്ഥം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്വസ്ഥതയുള്ള ജീവിതത്തെ ഇത് മനോഹരമായി ചിത്രീകരിക്കുന്നു. ഇത് സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള കഴിവാണ്. അതായത് എത്ര പ്രയാസമേറിയ സാഹചര്യമാണെങ്കിലും അത് വകവയ്ക്കാതെ നിലനിൽക്കുന്ന അവസ്ഥ. നാം ആത്മാവിൽ നിറയപ്പെട്ട് ദൈവവചനം പഠിക്കുവാൻ സമർപ്പിക്കുമ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിനാവശ്യമായ ശക്തി നമുക്ക് ലഭിക്കും. നമ്മുടെ പരിജ്ഞാനം, സ്വയം നിയന്ത്രണം എന്നിവയുടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിന് സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. 5 ഭക്തി. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നത് ദിവ്യാനുഭവമാണ്. പൗലോസ് ദിവ്യാനുഭവത്തിൻ്റെ വലിയ മർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടെങ്കിൽ അത് ദൈവീകതയുടെ മർമ്മമാണ്. ക്രിസ്തീയ ജീവിതത്തിലെ ദിവ്യാനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നതാണ് ആത്മീക വളർച്ച. 6 സഹോദര പ്രീതി.
ഇത് ഫിലാഡൽഫിയ ആണ്. സഹോദര സ്നേഹം എന്നർത്ഥം. ഇതൊരു രാജകീയ കുടുംബ സ്നേഹമാണ്. കർത്താവുമായി അനുരൂപപ്പെടാതെ ദൈവത്തിൻ്റെ രാജകീയ കുടുംബ സ്നേഹത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. ഈ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതവും ശുശ്രൂഷയും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു വിശ്വാസിയെയും നോക്കിക്കൊണ്ട് പറയുവാൻ കഴിയും, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ നിത്യമായ പ്രാധാന്യം നാം മനസ്സിലാക്കുമ്പോൾ അവർക്ക് വേണ്ടി നാം ഇറങ്ങി പുറപ്പെടും. 7. സ്നേഹം. ഇത് അഗാപ്പെ എന്ന സ്നേഹമാണ്. ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന സ്നേഹം. ഇതൊരു വൈകാരികതയോ അനുഭവമോ അല്ല. മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹമാണ്. ഇത് സാധാരണമല്ല, എപ്പോഴും ത്യാഗപരമാണ്. ദൈവസ്നേഹം, അഗാപ്പെ സ്നേഹം, തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ആരായാലും എങ്ങനെയായാലും സ്നേഹിക്കുന്നു. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. എങ്കിലും നേടുവാനല്ല, നഷ്ടപ്പെട്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിനു വേണ്ടി ദൈവസ്നേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ കൽപ്പന സ്നേഹമാണ്. സ്നേഹം ഏറ്റവും വലിയ പ്രചോദനമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും സ്നേഹമാണ്. എല്ലാം പരാജയപ്പെടുമ്പോഴും സ്നേഹം നിലനിൽക്കും.